ആദ്യമേ തന്നെ താങ്ക് യു പറയണം സാറിനോട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണം പഠിക്കണം എന്നൊരു ചിന്ത വന്നത് സാറിനെ കണ്ടപ്പോൾ. അപ്പൊ നെക്സ്റ്റ് ഒരു RRB തന്നെ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഈ മാരത്തോണിന്റെ റിവിഷൻ ബാച്ചിലാണ് ഞാൻ കയറിയത്. പക്ഷെ ആ മാരത്തോണിന്റെ റിവിഷൻ ബാച്ചിൽ ഞാൻ ശരിക്കും എഡ്യൂക്കേഷനും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഭയങ്കര വലിയ സംഭവമായിരുന്നു എനിക്ക്. പക്ഷെ ഇതില് ആ ക്ലാസ് ഒന്ന് സാർ അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതായത് ക്ലാസ് ഒന്ന് റെക്കോർഡ് നിങ്ങൾ ലൈവ് തന്നെ ഒന്ന് കാണണം, അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു തവണ നിങ്ങൾ റെക്കോർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിക്കോളുന്നു. അപ്പൊ ഞാൻ മാക്സിമം ലൈവ് ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കാറുണ്ട്, പറ്റാറുണ്ട്. അത് 2 വട്ടം ആവുമ്പോ തന്നെ ഒരുവിധം റിവിഷൻ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാതും എനിക്കൊന്ന് നോക്കിയിട്ട് പോകാൻ പറ്റിയായിരുന്നു. അപ്പോ നഴ്സിംഗിന്റെ ഇതില് കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും കുറച്ചുകൂടി കോൺഫിഡന്റ് ആണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഈ ജ്യൂസില് സാറിന്റെ, അതുപോലെ ഞാൻ മറ്റേ ജനറൽ ഇന്റലിജൻസും ജനറൽ നോളജിന്റെ ബോബി സാറിന്റെ ക്ലാസ് കൂടിയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് കിട്ടുക എന്നുള്ളത്. സാറ് പറഞ്ഞു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എഴുതുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള കാര്യം. വെറുതെ എല്ലാവരും വരുന്നുണ്ട്, പക്ഷെ നിങ്ങളൊക്കെ എന്തെങ്കിലും പഠിച്ചിട്ടല്ലേ പോണം. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പോയി എഴുതിയത്. അതിന് നന്നായി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എജൂസിന് വളരെ വളരെ നന്ദി. അതുപോലെ സാറിനും, കാരണം സാറിന്റെ ക്ലാസ് കണ്ട ഇപ്പൊ നേരത്തെ കുട്ടി പറഞ്ഞ പോലെ അടുത്ത എന്തെങ്കിലും ഒരു ഇതിന് ചേരണം, പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് തോന്നുന്നത്. എല്ലാ നോട്ട്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കണം. ഓരോ ദിവസവും ആ നോട്ട്സ് വായിക്കാനും പഠിക്കാനും എവിടെയെങ്കിലും ഒരു ജോലി മേടിച്ചിട്ടേ ഇരിക്കൂ എന്നൊരു കോൺഫിഡൻസിൽ. അതായി സാർ. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പകുതി രക്ഷപ്പെട്ടു, പകുതി നമുക്ക് ജോലി കിട്ടി കേട്ടോ.